ആ വീട്ടിൽ വിളക്കിന്റെ ആവശ്യമുണ്ടായിരിക്കില്ല. കാരണം നബി തങ്ങൾ തന്നെ പ്രകാശമായിരിക്കും. ഏതെങ്കിലും ഒരു രോഗിയെ നബിയെ നിങ്ങൾ സന്ദർശിച്ചാൽ ഉടനെ തന്നെ രോഗം മാറും. ഒരിക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു രോഗം പിടിപെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണാൻ വേണ്ടി ചെന്നപ്പോ നബി തങ്ങൾ രോഗിയായി കിടക്കുകയാണെന്ന് മനസ്സിലായി. ഉദാഹരണം പനി എന്ന് പറയാം, നബി തങ്ങൾ പനിച്ചിടക്കുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനിയാണെന്ന് മനസ്സിലായ സമയം മുതൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലത്തെ പനിയുണ്ട് തുടങ്ങി. അതിനാണ് ഇഷ്ക് എന്ന് പറയാം. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി പനിച്ചു കിടന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പനി മാറി, പള്ളിയിൽ വരാൻ തുടങ്ങി. സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് പനിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവരും കൂടിയും കാണാൻ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിയും കാണാൻ പോകുക. സ്ഥിരമായി കാണുന്ന ഒരാളെ 3 ദിവസം കാണാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തെരഞ്ഞു പോകൽ പതിവുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. സ്ഥിരം കാണുന്ന ഒരാളെ 3 ദിവസം കണ്ടില്ലെങ്കിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തെരഞ്ഞു പോകൽ പതിവുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അങ്ങനെ തെരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പനി മാറിയിട്ട് മൂപ്പരൻ നീച്ചു. നബിനെ കാണേണ്ട താമസം അസുഖം മാറിയിട്ട് നീച്ചിട്ട് ഒരു പാട്ടുപാടി, ഒരു ബൈത്ത്, ഒരു കവിത ചൊല്ലി. നബിയെ, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് രോഗം പിടിപെട്ടു. എന്റെ മനസ്സിന്റെ വിഷമം കാരണം മരിദൽ ഹബീബു ഫഅതുഹു ഫമരിദതു മിൻ നസഫി അലൈ ഫശഫൽ ഹബീബു ഫസാറനി ഫശഫൈതു മിൻ നദരി ഇലൈ. മരിദൽ ഹബീബു, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി. ഫഅതുഹു, അപ്പോൾ ഞാൻ നബി തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ഫമരിദതു, എനിക്കും ദണ്ണം തുടങ്ങി. മിൻ നദരി ഇലൈഹി, നബി തങ്ങളെ കണ്ടപ്പോൾ. മിൻ അസഫി അലൈഹി, മനസ്സിന്റെ അടങ്ങേറുണ്ട്. ഫശഫൽ ഹബീബു, എന്റെ ഹബീബിന്റെ പനി മാറി. ഫസാറനി, നബി തങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഫശഫൈതു, എന്റെ ദണ്ണം മാറി. മിൻ നദരി ഇലൈഹി, നബി തങ്ങളെ കണ്ടതിനാൽ.